കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് പുലി 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 എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ പുലി വരാൻ പോവാണ്. മഴവിൽ മനോരമയിലെ മറിമായത്തിലൂടെയും മീഡിയ വണിലെ MIT മൂസ 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 വിളിക്കട്ടെ. ശരിക്കും അദ്ദേഹത്തിന്റെ റിയൽ നെയിം പോലും നമുക്കിപ്പോൾ അറിയാത്ത ഒരു അവസ്ഥയെ. കാര്യം MIT മൂസ എന്ന പേരിൽ ക്ലിക്കായി പോയ ആള് ഇപ്പൊ നമ്മുടെ മലയാളികൾക്കാണെങ്കിലും വിദേശികൾക്കാണെങ്കിലും പ്രവാസികൾക്കാണെങ്കിലും എല്ലാവർക്കും MIT മൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലേ? അറിയോ? ആളെ അറിയോ? അപ്പോ ഞാൻ ഒറിജിനൽ പേര് പറഞ്ഞിട്ട് വിളിക്കട്ടെ? നമുക്ക് ഒരുമിച്ച് വിളിക്കാം. പേരെന്താന്നറിയോ? ഓക്കെ, അപ്പൊ ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം 1 2 3 വിനോദ് കോവൂർ. ക്ലാപ്പ് ഇല്ലല്ലേ? അപ്പം ചീറ്റി പോയാ. ഇവിടെയാണ്. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, വല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം ഇടിവിട്ട് തിളങ്ങുന്ന നേരം, പിന്നാസുകീറിലും തിങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവനാളം. അടിമുടി പുളുവടി അഴകു വിളർക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, വല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. എല്ലാരും ഒന്ന് കൈയടിച്ച് മലേഷ്യ. 1 2 3 4 താളത്തില്. അറവയറിറക്കാൻ കുടുകുടു സകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുളനാവും നീട്ടി പകയൻ കറങ്ങുന്ന പുലിയവ തോറും, അകച്ചിരിക്കുന്ന പുലിയവ തോറും. ആടും പാമ്പിന്റെ മുമ്പിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂരി തടിതപ്പും അതിശയം MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, വല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കലികാലം. പ്രിയമുള്ള മലേഷ്യയിലെ മലയാളികളെ, വീണ്ടും ഒരിക്കൽ കൂടി മലേഷ്യയിൽ വരാനും ഇതേ ഹാളിൽ നിങ്ങളെ വന്ന് കാണാനുള്ള ഭാഗ്യമൊരുക്കിയ പടച്ചവനോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിന് മുമ്പത്തെ തവണ ഞാനിവിടെ വന്നപ്പം അന്ന് ഞാൻ മറിമായത്തിൽ മാത്രം താരമായിരുന്നു. അതിന് ശേഷമാണ് MIT മൂസ വളരെ ഹിറ്റായിട്ട് മാറിയത്. ഇപ്പോൾ മൂസയായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതിൽ നേരത്തെ ഇവിടെ ആങ്കർ പറഞ്ഞതുപോലെ ഇപ്പം എന്നെ ആരും വിനോദെന്ന് വിളിക്കാറില്ല, മൂസക്കായി എന്നാണ് കൊച്ചു കുട്ടികൾ പോലും വിളിക്കുന്നത്. അപ്പം നമ്മുടെ പേര് മറന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുക എന്നുള്ളതൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ആ ഭാഗ്യമൊരുക്കിയ മീഡിയ വണ്ണനോടും ആ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായ ഷാജി അസീസിനോടും പ്രൊഡ്യൂസർമാരോടും എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇരട്ട ഭാഗ്യമാണ്. കാരണം മറിമായത്തിലെ മൊയ്തുമായിട്ടും MIT മൂസയിലെ മൂസയായിട്ടും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന 2 പരിപാടികളാണ് ഈ സോഷ്യൽ സെക്ടറായിട്ടുള്ള 2 പ്രോഗ്രാം. ഈ പരിപാടി ഇത്രയും ജനകീയമാവുന്നതിൻ്റെ കാരണം മലയാളികളാണ്. ഒരു പരിപാടി ജനകീയമാവുന്നത് ആ പരിപാടിയിൽ എന്തെങ്കിലും സത്യസന്ധത ഉള്ളപ്പോഴാണ്. തീർച്ചയായിട്ടും 100% സത്യസന്ധതയുള്ള പ്രോഗ്രാമാണ് MIT മൂസ. ഇങ്ങനെയൊരു മൂസയുടെ കുടുംബം ഇവിടെ മലേഷ്യയിലും ഉണ്ട്, കോഴിക്കോടുണ്ട്, കാസർഗോഡുണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു ഉമ്മയും ബാപ്പയും 2 മക്കളോടങ്ങുന്ന കുടുംബത്തിൽ, ഒരു സാധാ കുടുംബത്തിൽ എന്തെല്ലാം സംഭവിക്കും അതെല്ലാമാണ് ഞങ്ങൾ എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ വീട്ടിൽ പ്രായമുള്ള ആളുകൾ വരെ ഈ പ്രോഗ്രാം ഒരുപോലെ ആസ്വദിക്കാനുള്ള കാരണം. അത്രയും 250 എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞു, 300 എപ്പിസോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ പരിപാടികളെ സ്നേഹിക്കുന്ന പ്രവാസികളാണ്. ഞങ്ങൾ ദുബായിൽ MIT മൂസ തുടങ്ങിയതിന് ശേഷം ഒരു 10-25 തവണ ദുബായിൽ, കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ദുബായിലായിരുന്നു. ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി എന്ന പ്രോഗ്രാമിൻ്റെ ഫൈനലിൽ ഞാനും പാത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
പാത്തു വരും. ഞങ്ങൾ ഒരു കുടുംബം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു സീരിയലിലും ഇല്ലാത്ത പ്രത്യേകതകളാണ് MAT മൂസയുടെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കാരണം ശരിക്കും ഞാനും പാത്തുവും 2 മക്കളും എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെയായിട്ട് വന്നിരിക്കും. ഇപ്പോൾ വിഷു വന്നാലും ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഞങ്ങൾക്ക് ആഘോഷമാണ്. അത്രയും മനോഹരമായിട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ പരിപാടി ഒരു വിജയമാക്കിയതിൻ്റെ പേരിലുള്ള പിന്നിൽ ഒരുപാട് മലയാളികളുണ്ട്. ഈ മലേഷ്യയിലെ മലയാളികൾക്ക് ഞങ്ങളുടെ നന്ദി നേരിട്ട് രേഖപ്പെടുത്തുകയാണ്. ഞാനും പാത്തു മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. മക്കൾ 2 പേരും വന്നത്. മക്കൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഒരുപാട് ചിലവ് കൂടുതലാണ് ഇങ്ങോട്ട് വരാൻ. ഞങ്ങൾ തന്നെ ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായി ഇന്നലെ രാത്രി എയർപോർട്ടിലെത്തിയപ്പം. പിന്നീട് നമ്മുടെ മുരളിയേട്ടൻ, ഈ പരിപാടിയുടെ എല്ലാമായ നമ്മുടെ പാലക്കാടൻ മുരളിയേട്ടൻ ഞങ്ങളെ തന്ത്രപൂർവ്വം തൃച്ചിയിലെത്തിച്ചു. തൃച്ചിയിൽ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഇന്നിപ്പോൾ വൈകുന്നേരം 5:30-6 മണിക്കാണ് ഞങ്ങൾ റൂമിലെത്തുന്നത്. അതാണ് ഞങ്ങൾ സ്റ്റേജിലേക്ക് വരാൻ ഇത്രയും വൈകിയത്. എന്തായാലും ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചല്ല. പക്ഷേ പാത്തു ആദ്യമായിട്ടാണ് മലേഷ്യയിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പം എൻ്റെ കൂടെ മറുമായത്തിലെ രചന നാരായണൻകുട്ടിയായിരുന്നു. ഇത്തവണ പാത്തുവാണ്. അടുത്തവണ ആരാണാവോ അറിയില്ല. അപ്പം എന്തായാലും വളരെ സന്തോഷപൂർവ്വം പാത്തുവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പാത്തുവിനെ മാക്സി ഇട്ടിട്ടും പർദ്ദയിട്ടിട്ടും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ചുരിദാറും മറ്റുള്ള ഡ്രസ്സുകളും തൊട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. മൊഞ്ചത്തിയാ, നമ്മളെ മഞ്ജുവാരെ പോലെ ഒരു സംഭവമാണ്. വിളിക്കാം ഞാൻ. പാത്തുവോ അപ്പൊ അങ്ങോട്ട് വാ. അന്നെ മലയാളികൾ കാത്തിക്കണേ. മലേഷ്യയിലെ ഇതാ വരുന്നേ നമ്മളെ മുത്ത്. ഇതാണ് നമ്മുടെ സ്വന്തം പാത്തു. പാത്തുവിന് കൊടുത്തേ. പാത്തുവിന്റെ ശരിയായ നാമധേയം സുരഭി ലക്ഷ്മി എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി സ്വദേശിയാണ്. ഞാനും പാത്തും ഏകദേശം അടുത്തടുത്താണ്. ഞാൻ കോവൂർ, പാത്തു നരിക്കുനിയാണ്. ഇപ്പം കാലടി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. ഡിഗ്രി ഭരതനാട്യത്തിൽ കഴിഞ്ഞു, MA-യിൽ നാടകം കഴിഞ്ഞു. പിന്നെ ഇപ്പം തിയേറ്ററിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് സുരഭി ലക്ഷ്മി. 30-35ഓളം സിനിമകളിൽ കൊച്ചു വേഷങ്ങളായിട്ട് അഭിനയിച്ചു. ഈ അടുത്ത കാലത്ത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ട എന്നതിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലും നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചു. ഇനിയും ഈ മാസം അടുത്ത മാസമൊക്കെ ഓരോ സിനിമകൾക്ക് വേണ്ടി വാക്കുകൊടുത്തിരിക്കുകയാണ് സുരഭി. നാടകത്തിൽ നിന്നാണ് ഞാനും സുരഭിയൊക്കെ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്. ഒരുപാട് നാടകത്തിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് നേടിയ ഒരു നടി കൂടിയാണ് സുരഭി ലക്ഷ്മി. പിന്നെ അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫ്ലവേഴ്സ് TV മറ്റുള്ള ചാനലുകൾക്ക് അവാർഡ് കൊടുത്തിരുന്നു. അതിൽ ഫ്ലവേഴ്സ് TV ഏറ്റവും മികച്ച ഹാസ്യതാരത്തിനുള്ള അവാർഡ് കൊടുത്തതും സുരഭി ലക്ഷ്മിക്കായിരുന്നു, പാത്തുവിന്. അപ്പോൾ എന്തായാലും പാത്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് 100 നാവാണ്. ഇനി പാത്തുവിൻ്റെ ശരിയായ ശബ്ദം, അതിലുപരി മഴവിൽ മനോരമയിലാണ് പാത്തു ആദ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് കഥയിലെ രാജകുമാരി എന്ന KK രാജീവിൻ്റെ ഒരു സീരിയലിലായിരുന്നു. വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അതിനകത്ത് ചെയ്തിരുന്നത്. ആ സീരിയൽ ഇപ്പോൾ വീണ്ടും മഴവിൽ മനോരമ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് MAT മൂസയിലെ പാത്തുവായിട്ടുള്ള ആ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്. അപ്പോൾ പാത്തുവിൻ്റെ ശരിയായ ശബ്ദം നിങ്ങൾക്ക് ഇനി കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുണ്ട് മലേഷ്യയിൽ വന്നിട്ട്. നരിക്കുനി എന്ന് ഇവിടുന്ന് ആരോ ഒന്ന് വിളിച്ചു പറഞ്ഞ്. ആരായിനും അത്? ഈ ഇനി നരിക്കുനില്ല. എന്താണെങ്കിലും എൻ്റെ ഒരു ചെറിയ ഗ്രാമം നരിക്കുനി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അവിടുന്ന് മലേഷ്യയിൽ എത്തി. ഇവിടുന്ന് എൻ്റെ വീട് അവിടെയാണ്. നരിക്കുനിക്കാരി സുരഭി എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ വളരെ സന്തോഷം. അതിനുള്ളൊരു ഭാഗ്യമുണ്ടാക്കിയത് എൻ്റെ ഗുരുനാഥനും സുഹൃത്തും അയൽവാസിയും ഒക്കെ ആയിട്ടുള്ള വിനോദ് കോവൂരാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ വേദിയിൽ നിന്നും പറയുകയാണ്. MAT മൂസ എന്നൊരു പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു വേദിയിൽ ഇവിടെ വരാൻ പറ്റിയത്. ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മലേഷ്യയിലൊക്കെ വരാൻ പറ്റുമെന്ന്. നമുക്ക് സന്തോഷമായി മുസക്കായി. മലേഷ്യ എന്നൊക്കെ കേട്ടപ്പോ ഞാൻ എന്തൊക്കെയോ ആണ് എന്നൊക്കെ വിചാരിച്ചു. വന്നപ്പോ നമ്മൾ കേരളം പോലെ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോ പാത്തു ചോദിക്കണം, അല്ല മുസക്കെ വായല്ല കണ്ണ്, അരിനെല്ലിക്കണ്ട്, ചേനുണ്ട് എന്ന് പറയണം. മുഴുവൻ സാധനം അപ്പൊ അഹേ നമ്മളെ കാണിച്ചു തന്നിക്കണേ. ഏതൊക്കെ ഒരു കുഗ്രാമത്തിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് എഴുന്നൊക്കെ എന്തൊക്കെ വാങ്ങി തന്നിട്ടൊക്കെ വന്ന് 24 മണിക്കൂറാ നമ്മൾ യാത്ര ചെയ്ത്. ഒന്നും പറയണ്ട, നിങ്ങൾ കേക്കണോ കേട്ടോ. മൊഞ്ചത്തിയേറ്റി കുത്തിരിക്കണു നോക്കണ്ടി. എന്തായാലും വളരെ സന്തോഷം. ഇപ്പം ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നത് ഞങ്ങളെ മക്കളെയാണ്. ഇപ്പം എവിടെ പോകുമ്പോഴും മക്കൾ കൂടെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും ചോദിക്കാനുണ്ട് റിസ്വാൻ എവിടെ, റിസി എവിടെ എന്ന്. കാരണം ഒരു കുടുംബമാണല്ലോ. പക്ഷെ ഇത്രയും ദൂരം വരുമ്പോഴുള്ള ചെലവും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് ഇത്തവണ. പിന്നെ അവർക്ക് 2 പേർക്കും പരീക്ഷയാണ്. പരീക്ഷയുടെ പ്രിപ്പറേഷനിലാണ് 2 പേരും. അമ്മച്ചും മക്കളും ഒക്കെ പോയേനി. എന്നപ്പോ എന്താണെങ്കിലും പെണ്ണുങ്ങളെ എന്തേതൊക്കെ വർത്താനോ.
ഓക്കെ, അപ്പോൾ പാട്ടുകാർ ഒരുപാടുണ്ട് ഇവിടെ. നമ്മുടെ വിവേകാനന്ദനും അൻവർക്കയും എല്ലാവരും ഉണ്ട്. എന്നാലും മൂസക്കായിയുടെ ഒരു പാട്ട് നിങ്ങൾക്കുണ്ട്. ഞാനും പാത്തും കൂടെ ചേർന്ന് ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പോയി. ഇത് മൂസക്കായുടെ പാട്ടായിട്ട് മാറിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ഹിറ്റായ ഒരു പാട്ടാണ്. 10-30 വർഷം മുമ്പ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു 30 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് ഈ സിനിമ കാണാൻ പോയ ദിവസം, ഈ സിനിമ കാണാൻ പോയെന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കും. ആ പഴയ കാലം നിങ്ങളൊന്ന് ഓർക്കും. അപ്പോൾ ആ പാട്ടിലേക്ക് ഞങ്ങളൊന്ന് കിടക്കുകയാണ്. ഇത് ഞങ്ങളുടെ മോള് റസിയാൻ്റെ നിക്കാഹാണെന്ന് വിചാരിക്കുക. റസിയാൻ്റെ നിക്കാഹിൻ്റെ അന്ന് വീട്ടിൻ്റെ മുറ്റത്തൊരു പന്തലിട്ട് നിങ്ങളെല്ലാവരും ആ നിക്കാഹിന് വന്നവരാണ്. അപ്പോൾ അവിടെ ചെറിയൊരു സ്റ്റേജ് കിട്ടിയിട്ട് മൂസക്കായി ഒരു ഗാനമേളയ്ക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ഗാനമേളയിൽ പലരും പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാത്തു വന്നിട്ട് പറഞ്ഞു, മൂസക്കായി എങ്ങളും പാടുന്നൊരു പാട്ടെന്ന്. അങ്ങനെ നമ്മൾ പാടുന്നൊരു പാട്ടാണ്. പാത്തു എനിക്കാരെങ്കിലും വേണോ? ഒരു റസിയാനെ വേണം. റസിയായിട്ടൊരു മോള് നമ്മൾ കൂടെ വന്നിരിക്കണം. ഇവിടെ നിക്കാഹിന് ഒരു മോള്. റസിയാൻ്റെ കൂടെ ഒപ്പന കളിക്കാൻ ഒരു 5 പെൺകുട്ടികളും. വേഗം വരണം. ബാ, ഇത് റസിയാണ്. പാത്തു നമ്മളെ റസിയ. റസിയ നമ്മളെ ട്രൂപ്പിലേക്ക് വേഗം വരി. ഒരു 5 പെൺകുട്ടികൾ വേഗം വരി ഒപ്പന കളിക്കാൻ. പാത്തുവിന്റെ കൂടെ ഒപ്പന കളിക്കാൻ. ഒരാൾ കൂടി വേഗം മക്കളെ. അവിടുന്ന് 2 പേര് വരുന്നു. വേവാ, ഇതൊക്കെ ഒരു അവസരം കേട്ടോ. നാളെ ഇല്ല. പാത്തുവിന്റെ കൂടെ ഒപ്പന കളിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ പാത്തു ഉത്തരം പോരെ ആൾക്കാര് മതി. അപ്പോൾ പാട്ട് തുടങ്ങുകയാണ്. ഈ പാട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റുപാടും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും പഴയ കാലത്തേക്ക് പോകും എനിക്ക് ഉറപ്പാണ്. ഏത് സിനിമ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഏതാ പാട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പാട്ട് തുടങ്ങുമ്പം അതൊക്കെ സംഭവിക്കും. ഈ കുട്ടികളും പാത്തും നന്നായിട്ട് ഡാൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട്.
അവസാനം എൻ്റെ കയ്യിലൊരു കുട്ടി വന്ന് പെട്ടു അല്ല കേട്ടോ. മൂസക്കായിതാ റസിയന്റെ കെട്ടിയോനാന്ന് തോന്നി. സന്തോഷം. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ പാട്ട് ഒരിക്കൽ കൂടി പാടാനും അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മധുരം കഴിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മെയ് 1-ാം തീയതിയാണ്, ലോക തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട്, എൻ്റെയും പാത്തുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചില സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഇടവേളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ സമ്മാനം, ഇന്ന് മെയ് 1-ാം തീയതിയാണ്. ഈ മെയ് 1-ാം തീയതി ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഇന്ന് ഈ കൂട്ടത്തിലുണ്ടോ? ഇന്ന് ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. യെസ്, ആ ബർത്ത്ഡേ ഉള്ള കുട്ടിയെ കൊണ്ടുവന്ന് ഉമ്മ ഇങ്ങോട്ട് വരൂ, സ്റ്റേജിലോട്ട് വരൂ. ആ കുട്ടിക്ക് ഒരു സമ്മാനമുണ്ട്. ഉമ്മയ്ക്കാണോ മോൾക്കാണോ ബർത്ത്ഡേ എന്ന് അറിയില്ല. വേഗം വരൂ, ഒരു സമ്മാനം തരൂ. ആലുക്കാസിന്റെ ഒരു സമ്മാനം എടുക്കൂ. ചെറുതിനെ കണ്ടിട്ട് ഉമ്മച്ചിക്കാൻ തോന്നി. ആണോ? അപ്പൊ ഒരു വഴി കൊടുക്കണേ. പാടിക്കാൾ എല്ലാവർക്കും. വരട്ടെ വരട്ടെ. നല്ലപോലെ പാട് പാത്തുവോ? ആ, അതാണ് നല്ലോണം. ഉമ്മ വരട്ടെ. ഞാൻ മോൾക്കാണോ ഉമ്മയ്ക്കാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഉമ്മ നോക്കട്ടെ. ഉമ്മാക്ക മൊഞ്ചെത്തിയാ ഞാൻ കൊടുക്കില്ല, നിങ്ങൾ എന്നെ കൊടുത്തോളി. തത്ത കയറി വരി. ആരുടെ ബർത്ത്ഡേ തത്ത? ആ, വെരി ഗുഡ്. എന്താ തത്തയുടെ പേര്? സാബിറ താത്തയുടെ ഇന്നത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. മെയ് 1-ാം തീയതിയാണ് സാബിറ താത്ത വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. എന്തായാലും സാബിറ താത്തക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ സമ്മാനം. ഇന്ന് ഈ ചടങ്ങിന് വരുമ്പം സ്റ്റേജിൽ വന്ന് ഒരു സമ്മാനം മേടിക്കുമെന്ന് സാബിറ താത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. ആ സന്തോഷം ഇപ്പൊ സാബിറ താത്ത അനുഭവിക്കുന്നുണ്ട്. നാട്ടിലെവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡ് ഈ അടുത്ത് ഞാനും പാത്തും പോയിട്ട് വന്നിട്ടുള്ളൂ. കാസർഗോഡുകാർക്ക് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട്. ഓരോ ആടെ വന്ന് ഈടെ വന്ന് വെള്ളം കുടിച്ച് പോയി നിറഞ്ഞവര്. തുള്ളിക്കാന്ന്. യെസ്, സമ്മാനം തരൂ. സാബിറ താത്തക്കുള്ള സമ്മാനം ആലുക്കാസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. ഇത് പാത്തു നമ്മുടെ സാബിറ താത്തയ്ക്ക് വേണ്ടി സമ്മാനിക്കുകയാണ്. പാത്തു ഹാപ്പി ബർത്ത്ഡേ പാടാം. നമുക്ക് എന്താ പാടാം? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു സാബിറ താ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. സന്തോഷായി. ഓക്കെ, ഇനി ഒരു സമ്മാനം കൂടി കേട്ടോ. ഈ സമ്മാനം കൂടി തന്നു കഴിഞ്ഞാൽ ഞാനും പാത്തും പോവും. വീണ്ടും പാട്ടുകൾ. പിന്നെ എന്നെ വിനോദ് കോവൂരായിട്ടും സുരഭി ലക്ഷ്മിയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ മൂസയും പാത്തുമായിട്ട് വേഷം മാറിയിട്ടാണ് വരാൻ പോണത്. ഓക്കെ, അടുത്ത സമ്മാനം ഞാനൊരു പാട്ട് പാടാം. മുരളിയേട്ടാ, ഈ പാട്ടിന്റെ താളമൊന്ന് വായിക്കണേ. ഞാനൊരു 4 വരി പാട്ട് പാടും. ഒരു നാടൻ പാട്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു പാട്ടാണ്. ഈ പാട്ടിന്റെ അർത്ഥമുള്ള ഏതോ ഒരു പെൺകുട്ടിയോ പെണ്ണോ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് ഓടി വരാം, സമ്മാനമുണ്ട്. 1, 2, 3 പേർക്ക് ഓടി വരാം, സമ്മാനമുണ്ട്. പാട്ട് ഏതാന്ന് കേട്ടോളൂ. കാതിലൊരു കമ്മലില്ല, കഴുത്തിലോ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. കാതിലൊരു കമ്മലില്ല, കഴുത്തിലോ മാലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. കാതിൽ കമ്മലില്ലാത്ത, കഴുത്തിൽ മാലയില്ലാത്ത, കൈകളിൽ വളയില്ലാത്ത, കാലിൽ കൊലുസില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണോ പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ ഓടി വന്നോളൂ, സമ്മാനമുണ്ട്. ആഭരണ പ്രേമിയല്ലാത്ത 2 പെൺകുട്ടികൾ, 2 വനിതകളാണ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തിനാണ് ഇവർക്ക് ആഭരണം? പണ്ട് വയലാർ ചോദിച്ചിട്ടില്ലേ, സന്ധ്യക്കെന്തിന് സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിന് വൈഡൂര്യം, കാട്ടാറിനെന്തിന് പാദസരം, എൻ്റെ കൺമണിക്ക് എന്തിന് ആഭരണം. 2 പേരോട് എത്തിയിരിക്കുന്നു. സന്തോഷം വീണ്ടും. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനം മേടിച്ച ആൾക്ക് തന്നെയാണ് ഇത്തവണയും സമ്മാനം കിട്ടുന്നത്. പക്ഷെ കൂടെ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ട്, അതിലും സന്തോഷം. എന്താ ഇത്തയുടെ പേര്? ഷെറീന. പേരെന്താ? ഷിജിലയും ഷെറിലയുമാണ് ഇത്തവണ സമ്മാനം നേടിയിരിക്കുന്ന 2 പേര്. ആഭരണ പ്രേമികളല്ലാത്ത ഒരുപാട് സ്ത്രീകൾ ആഭരണത്തെ പ്രേമിക്കുമ്പോൾ ഇവിടെ ആഭരണ പ്രേമിയല്ലാത്ത 2 വനിതകൾ വന്നിരിക്കുകയാണ് ഈ മെയ് 1-ാം തീയതി. പാത്തുവിന്റെയും മൂസയുടെയും ഓർമ്മയ്ക്കായിട്ട് ഓരോ സമ്മാനങ്ങൾ. പാത്തു ഷിജിലേക്ക് കൊടുത്തോ? ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തോ? അത് നോക്കണ്ട, അത് ഒരു വീട്ടിൽ പോയി തുറന്നു പോയിക്കോളൂ. അപ്പൊ ആലുക്കാസ് നൽകുന്ന സമ്മാനം ഞാൻ ഇവിടെ കൊടുത്തു. നീ മോതിരം കുഴപ്പമില്ല, മോതിരം പറഞ്ഞിട്ടില്ല നമ്മൾ. മോതിരം പറഞ്ഞില്ല. 2 സമ്മാനം കൂടി ഉണ്ടോ? ഈശ്വര, 2 സമ്മാനം വേറെ ഉണ്ട്. കിടക്കട്ടെ. ആലുക്കാസിന്റെ മറ്റൊരു സമ്മാനം കൂടെ 2 പേർക്കും കൊടുക്ക്. പാത്തു കൊടുക്ക്. മ്യൂസിക് വരട്ടെ.
സന്തോഷം. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. മറ്റുള്ളവർക്ക് സമ്മാനം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ചിരിയാണ് നമ്മുടെ ഏറ്റവും നല്ല വ്യക്തിത്വമാക്കി മാറ്റുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. താങ്ക് യു, താങ്ക്സ് ലോട്ട്. പിന്നെ ഞങ്ങൾ കൂടെ ഒപ്പന കളിച്ച കുട്ടികൾക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ, കുറച്ച് ലേറ്റ് ആയി പോയി കൈയ്യടി കൊടുക്കാൻ. എല്ലാവരും നിങ്ങളുടെ കുട്ടികളല്ലേ? ഓക്കെ, വളരെ സന്തോഷം.